സ്വാമി, താൻ പോയില്ലേ? ഞാൻ വിചാരിച്ച സ്വാമി പോയി കാണുന്നു. എന്താ മുകളിൽ നിന്ന് വരുന്നത്? അവിടെ എന്താ പരിപാടി? ഞാൻ ടെറസ് വരെ. ടെറസിൽ? അവിടെ എന്തിനു പോയാ? ഈ പച്ചക്കറികളെ. പച്ചക്കറി അല്ല, പച്ചക്കറിയല്ല, ചെടികളെ. എന്താ സ്വാമി, സ്വാമിക്ക് എന്താ പറ്റിയത്? സാറ് ഉറങ്ങായിരുന്നല്ലോ. അപ്പം ഞാൻ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ചെടികളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്നാലതങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ കിടന്ന് പരിങ്ങിയത്? സാധാരണ കള്ളത്തരം ചെയ്യുന്നവരാ ഇങ്ങനെ നിന്ന് വിൽക്കുന്നത്. ഞാൻ എന്ത് കള്ളത്തരം ചെയ്യാനാ സാറേ, അതും സാറിൻ്റെ അടുത്ത്? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല സ്വാമി. എപ്പോഴാ നമുക്കിട്ട് അവർ പണിതരുക എന്ന് പറയാൻ പറ്റില്ല. എന്നെ സാറിന് വിശ്വാസമില്ല? തന്നെ എനിക്ക് വിശ്വാസമാണ്, എന്നെക്കാളും വിശ്വാസമാണ്. മറ്റാര് ചതിച്ചാലും സ്വാമി എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടല്ലേ സ്വാമി ഞാനിങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത്. അക്ഷരയടക്കം എത്രയോ പേര് എത്രയോ തവണ പറഞ്ഞു താനാണ് എന്നെ വഷളാക്കുന്നതെന്ന്. അവരോടൊക്കെ പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞത് തന്നെ എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ താനുള്ളത് കൊണ്ടാണ് സ്വാമി ഞാൻ ഇങ്ങനെയെങ്കിലും നിന്നു പോകുന്നത്. അല്ലെങ്കിൽ ആ തങ്കച്ചിയും കൂട്ടരും കൂടി എന്നെ അവസാനിപ്പിച്ചേനെ. സാറിനെ തൊടാൻ ഞാൻ സമ്മതിക്കും. ഞാൻ വീണിട്ട് സാറിൻ്റെ ദേഹത്താരെങ്കിലും കൈവയ്ക്കും. അതെനിക്കറിയാം സ്വാമി. എന്നാലും മനുഷ്യനാണ്. പ്രലോഭനത്തിൽ എപ്പോഴാണ് മനസ്സ് വീണു പോകാമെന്ന് പറയാൻ പറ്റില്ല. തനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ താനത് എന്നോട് പറയണം. കൂടെ നിന്ന് ചതിക്കരുത്. എനിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അത് സാറെന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കണം? പറഞ്ഞതേ ഉള്ളൂ. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ഒരിക്കലും സാറിനെ ചതിക്കില്ല. ചതിക്കരുത്. താൻ ചതിച്ചാൽ പിന്നെ ഞാൻ തീർന്നു എന്നർത്ഥം. അത് തൻ്റെ മനസ്സിലുണ്ടാവണം. അവരോടെ ദേവിക അകത്തുണ്ടാവും. എന്തേ? മുത്തശ്ശി അവരേക്കും വിളിച്ചേ. നീ കാര്യം പറഞ്ഞേ. അവരെന്തിനാ എന്റെ അമ്മയെ കാണാൻ ആശുപത്രി പോയത്? എനിക്ക് പോയിക്കൂടെ? ഒന്നുമില്ലെങ്കിലും ഇവിടെ കുറെ കാലം എന്റെ ചെലവിൽ താമസിച്ചല്ലേ പ്രഭാതി അമ്മ. നിങ്ങൾ എന്തിനാ അവിടെ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയല്ലേ? അതിന് നിന്നെ സിദ്ധു ചട്ടം കെട്ടി കാണുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് ശരിയാവാൻ സാധ്യതയുണ്ട്. അവനിവിടെ വന്നിരുന്നു. അത് ഇതിനായിരുന്നല്ലേ? എനിക്കത് അപ്പം മനസ്സിലായില്ല. ശരത്തെ, നിന്റെ അമ്മയെ കൊല്ലാനായിരുന്നെങ്കിലേ എപ്പോഴേ എനിക്കതാവായിരുന്നെന്നറിയോ?